ഏട്ടനെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? വീണ്ടും പുറത്തെവിടെങ്കിലും മാറി നോക്കി നിപ്പുണ്ടാവും. അതെ, അതിന് തന്നെയാ സാധ്യത. ആ, നിങ്ങൾ ഇരിക്കെ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഒന്നൊഴിയാതെ ഞാൻ വകവരുത്തും നിന്നെയും. The number you are trying to reach is not responding. Please try again later. സിദ്ധു, സിദ്ധു എവിടെയാണ് ഈശ്വര? ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? ചേച്ചി, അത് നല്ല ചൂടുണ്ട്, ആറ്റിയായിരുന്നോ? ഞാൻ ആറ്റിട്ടുണ്ട്. എന്തായി, പാല് റെഡിയായോ? ദേ ചേച്ചി, ഇവളിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ അല്ല കേട്ടോ. പാല് റെഡിയായെങ്കിൽ ഇങ്ങത്താ, ഞാനിത് ഏട്ടത്തിമ്മ കൊണ്ട് കൊടുക്കാം. അയ്യടാ, അങ്ങനെ നീ മാത്രം ഇപ്പൊ കൊണ്ടു കൊടുക്കണ്ട. ഇതിനൊക്കെ ചില രീതികളൊക്കെ ഉണ്ട്. അതെന്ത് രീതി? അത് കാണുമ്പോ മനസ്സിലാക്കിയാ മതി. ഇത് ഞാൻ കൊണ്ടുപോക്കോളാം. കുഞ്ഞി, ശ്ശേ. ഏട്ടത്തിമ്മ പാറു, പാറു ഇടയ്ക്കിടയ്ക്ക് ഇത് എവിടേക്കാ പോകുന്നേ? എന്തിനാ എപ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നേ? ഒന്നുമില്ല. ഫസ്റ്റ് നൈറ്റ് തുടങ്ങാൻ നേരമായി. അല്ല, അപ്പൊ ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ? അതെ, കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. ചേച്ചി പറഞ്ഞ കേട്ടാ മതി കേട്ടോ. വാ പാറു, മുറിയിലേക്ക് പോ. നിക്ക് റാണി, നീ ഇത് പിടിച്ചേ. ദാ, നവവധു ഇങ്ങനെയല്ല നടക്കേണ്ടത്. ദേ, ഇങ്ങനെ നാണം കൊണ്ട് കുണുങ്ങി കുണുങ്ങി വേണം നടക്കാൻ. ഒന്ന് പോടി. ഈ വക നടത്തമൊക്കെ സിനിമയിലേ ഉള്ളൂ.
ഉം. ഇവിടെ ഒരു കാര്യം വാ പാറു ആ. നമുക്ക് അകത്തേക്ക് പോ. ഏട്ടനെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? വീണ്ടും പുറത്തെവിടെങ്കിലും മാറി നോക്കി നിപ്പുണ്ടാവും. അതെ, അതിന് തന്നെയാ സാധ്യത. ആ, നിങ്ങൾ ഇരിക്കെ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. പാറു ഇരിക്ക്. പാറു, പഠനത്തിലത്തെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാന്ന് അറിയാലോ. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നോ ഫാൻ, നോ AC, നോ ഫ്രിഡ്ജ്, നോ വാഷിംഗ് മെഷീൻ. ആകെ ഉള്ളൊരു TV ആണ്. അങ്ങനെ ഒരു TV ഈ വീട്ടിൽ മാത്രമേ കാണുള്ളൂ. അത് ഓൺ ചെയ്യാൻ പോലും ഏട്ട സമ്മതിക്കില്ല. വളരെ ലളിതമായി ജീവിക്കണമെന്നാ ഏട്ടന്റെ പോളിസി. ഏട്ടന്റെ ഈ പോളിസിയൊക്കെ എടുത്ത് മാറ്റാൻ നേരായി എന്റെ ഏട്ടത്തിയമ്മ. ഇനി ഏട്ടത്തിയമ്മ വേണം ഏട്ടനെ മാറ്റിയെടുക്കാൻ. ഏട്ടന് ഏട്ടത്തിയമ്മ അത്രയ്ക്ക് ഇഷ്ടല്ലേ. അതുകൊണ്ട് ഏട്ടത്തിയമ്മ എന്ത് പറഞ്ഞാലും ഏട്ടൻ കേൾക്കും. ഏട്ടന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്തിരി പഴഞ്ചൻ ചിന്താഗതിയുണ്ട്. അതൊന്നും മാറിയാ മതി. അതന്നെ ഞങ്ങളും പറഞ്ഞു വന്നേ. അല്ല, ഏട്ടത്തിയമ്മയുടെ നാണം ഇതുവരെ മാറിയില്ലേ? എന്റെ പാറു, ഇനി ആ നാണമൊക്കെ ഒന്ന് മതിയാക്ക്. ഈ വീട് പണ്ട് മുതലേ പാറുന്റെയും കൂടെ വീടല്ലേ. പിന്നെ എന്തിനെങ്ങനെ ഒതുങ്ങിക്കൂടുന്നേ? പാറു മുമ്പ് ഇവിടെ വരുമ്പോ എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതുപോലെ തന്നെ പെരുമാറിയാ മതി. അതെ, അത് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടം. ഏട്ടന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാ പാറുവിനെ. ഗിരിയും പാർവതിയും